ഡൽഹിയിലെ ടെററിസ്റ്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ട വാർത്താ കോലാഹലങ്ങൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ രസകരമായൊരു വാർത്തയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ശബരിമല വ്രതത്തിന്റെ ഭാഗമായി കറുപ്പെടുത്തു വന്ന വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചതിൽ പ്രതിഷേധം. തൃശൂർ എളവള്ളിയിൽ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരെയാണ് ഹിന്ദു ഐക്യവേദി പ്രതിഷേധിച്ചത്. എളവള്ളി സ്വദേശിയായ വിദ്യാർത്ഥിയോട് യൂണിഫോം ധരിച്ചെത്തണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധമുണ്ടായത്. MS ലിഷോയുണ്ട്. ലിഷോ, പിന്നീട് പരിഹരിച്ചോ? എന്താണ് സംഭവിച്ചത്? ഇതുവരെയ്ക്ക് പരിഹാരമായിട്ടില്ല. ഗുരുവായൂർ ബ്രഹ്മകുളം ഗോകുലം സ്കൂളിലാണ് കഴിഞ്ഞ 10 ദിവസമായി വിദ്യാർത്ഥിയെ പ്രവേശിപ്പിക്കാതിരുന്നത്. ഈ ശബരിമല വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥി കറുപ്പ് വസ്ത്രമണിഞ്ഞ് സ്കൂളിലേക്ക് എത്തിയിരുന്നു. ആ എത്തിയ ദിവസം ഈ വിദ്യാർത്ഥിയെ സത്യം പറഞ്ഞാൽ ചിരിക്കാതെ ഈ വാർത്ത മുഴുവനായി എനിക്ക് കണ്ടു തീർക്കാൻ സാധിച്ചില്ല എന്നുള്ള 2 കാരണങ്ങളെ കൊണ്ടാണ്. ഒന്നാമത്തത്, ഈ അവസരത്തിൽ എനിക്ക് പഴമക്കാരുടെ ഡയലോഗ് ഓർമ്മ വന്നു. പണ്ടൊക്കെ ദൈവം പിന്നെയാണ്, ഇപ്പം തത്സമയം കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ചിരിക്കാനുള്ള കാരണം, ഞാൻ ആ ബാനർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ ബാനർ എന്താണ് എഴുതിയിരിക്കുന്നത്? തമാശ എന്താണ്? വിദ്യാഭ്യാസവും വിശ്വാസവും ഏതൊരാൾക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒന്നാണ്. എന്താ? ഒന്നുകൂടാ. വിശ്വാസവും വിദ്യാഭ്യാസവും ഭരണഘടന ഏതൊരാൾക്കും നൽകുന്ന അവകാശമാണെന്നല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, കൊച്ചിയിലെ പള്ളുരുത്തിയിലെ സെൻറ് റീത്ത സ്കൂളിലെ ആ പെൺകുട്ടിയുണ്ടല്ലോ, 1/2 മീറ്റർ തട്ടം ധരിച്ചതിൻ്റെ പേരിൽ സഹപാഠികൾക്ക് ഭയമുണ്ടാക്കിയ ലീന മേഡത്തിൻ്റെ ടോട്ടലി എഡ്യൂക്കേഷൻ ഭാരത് എന്ന ഡയലോഗൊക്കെ വിട്ട് ചിരിച്ച് 9ാം ക്ലാസ് വരെ തോപ്പിച്ചതിൻ്റെ പേരിൽ ചിരിച്ചു പറഞ്ഞ ആ ഒരു പശ്ചാത്തലം ഒന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിച്ചു നോക്കിയേ. ആ കുട്ടിക്ക് വിദ്യാഭ്യാസം മാത്രമേ ഭരണഘടന ഉറപ്പ് നൽകുന്നുള്ളൂ. ശരിയല്ലേ? ആ കുട്ടിക്ക് വിദ്യാഭ്യാസം മാത്രമേ ഭരണഘടന ഉറപ്പ് നൽകുന്നുള്ളൂ. എന്ത് നൽകുന്നില്ല? വിശ്വാസം ആചരിക്കാനുള്ള ഉറപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ഈ അവസരത്തിൽ ശരിക്ക് മിസ് ചെയ്യുന്നത് വേറൊരാൾ കൂടിയുണ്ട്, ശ്രീത്ത് പണിക്കർ. അദ്ദേഹം മുസ്ലിമീങ്ങളെ ശരിക്കും അന്ന് മതം പഠിപ്പിക്കാൻ വന്നിരുന്നു. മുസ്ലിമീങ്ങൾക്ക് നിസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങിയതാണ് അവർക്ക് റിലീജിയസ് എസെൻഷ്യൽ പ്രാക്ടീസ് ആയിട്ടുള്ളത്. ബാക്കിയൊന്നും പ്രാക്ടീസിൻ്റെ ഭാഗമല്ല എന്നാണ് പറഞ്ഞത്. തട്ടമൊക്കെ ധരിക്കൽ. ഇപ്പോൾ ഇവിടെ നമുക്ക് ആ ചോദ്യം ചോദിക്കാം. നമ്മൾ എന്തുകൊണ്ട് ചോദിക്കുന്നതിനാന്ന് വെച്ചാൽ, നമ്മൾ കഴിവുകേട് കൊണ്ടൊന്നുമല്ല, നമ്മുടെ നിസ്സഹായത കൊണ്ടൊന്നുമല്ല. നമ്മൾ ഭരണഘടന ഈ കൈക്കൊണ്ട് നടക്കുന്ന ആളുകൾ മാത്രമല്ല, നെഞ്ചേറ്റിയവരാണ്, ശിരസാൽ വഹിക്കുന്നവരാണ്. ഇപ്പം നമ്മുടെ സ്കൂളിൽ നോക്കൂ, ബഹുമാനപ്പെട്ട ഹക്കീം അസീറിയുടെ ഒരു പ്രഭാഷണം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരാം. ശബരിമലയിൽ പോകുന്ന കാലത്ത് ഹിന്ദുക്കൾക്ക് കറുത്ത വസ്ത്രം ധരിക്കുന്നതിന്, അവർക്കൊരു മാസമോ 2 മാസമോ ഒക്കെ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല, അതൊരു ആദരവോടുകൂടിയാണ് കാണുന്നത്. ഒട്ടുതെട്ട് വരുന്ന കുട്ടികളുണ്ട്, കുരിശ് ധരിച്ചു വരുന്നവരുണ്ട്. കുരിശ് ധരിക്കൽ അവർക്ക് മതത്തിന്റെ ഒരു എസൻഷ്യൽ ഭാഗമൊന്നും അല്ലെങ്കിൽ പോലും അവരുടെ ആചാരത്തിന്റെ ഭാഗമായി ചില കുടുംബത്തിൽപ്പെട്ടവർ, വിദ്യാർത്ഥികൾ പോലും കുരിശ് ധരിച്ചു വരിക എന്ന് വരുമ്പോൾ അതിന് തടയാറില്ല. അതായത് മർക്കസിൻ്റെ ഒക്കെ കീഴിലുള്ള സ്കൂളുകളിൽ മുസ്ലിം കുട്ടികൾ തൊപ്പി വെച്ചുകൊണ്ട് വരുന്നു, മുസ്ലിം പെൺകുട്ടികൾ തട്ട വിട്ടുകൊണ്ട് വരുന്നു. എന്നാൽ സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് അത് ബാധകമേ അല്ല. എന്നാലോ അവരെ അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കുരിശുമാലയോ മറ്റെന്തെങ്കിലും ഇട്ടുകൊണ്ട് വന്നാൽ നമ്മൾ നിഷേധിക്കാൻ പോകത്തില്ല. അതാണ് ആ ഭരണഘടനയെ നെഞ്ചേറ്റിയവർ. അതാണ് അവിടെ റിലീജിയസ് എസെൻഷ്യൽ പ്രാക്ടീസും കുന്തവും മണ്ണാങ്കട്ടയൊന്നുമല്ല, മറിച്ച് ഒരുത്തൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പേരിൽ അവർക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ, അവൻ നന്മയുടെ പാതയിൽ നീങ്ങുള്ളൂ എന്ന മനസാക്ഷിയും സമഭാവനയും വെച്ചുകൊണ്ട് അത് ആചരിക്കാനുള്ള അവകാശങ്ങളെ അത് സമ്മതിച്ചു കൊടുക്കുന്നതിന് പകരം അത് മുസ്ലിമാണോ തട്ടമാണോ എങ്കിൽ നമുക്കൊരു പണി കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അതിന് കുത്തിത്തിരിപ്പുണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി, സങ്കീർണത ഉണ്ടാക്കി, അത് നാട്ടിൽ വലിയ വിവാദം ഉണ്ടാക്കിയിട്ട് ഇവരുടെ അവകാശങ്ങൾ മാത്രമേ ഈ നാട്ടിൽ നടക്കാൻ പാടുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും പാടില്ല. അന്ന് ഹിന്ദു ഐക്യവേദി പറഞ്ഞ ഡയലോഗ് എന്താ അറിയാമോ? നിങ്ങൾ മറന്നു പോകണ്ട, ശ്രീത്ത് പണിക്കർ, നിങ്ങൾ മറന്നു പോകണ്ട. അന്ന് നിങ്ങളെ ഉൾപ്പെടെയുള്ള സഹോദരൻ പറഞ്ഞ ഡയലോഗുണ്ട്. യഥാർത്ഥ മതേതരത്വം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ യൂണിഫോം ധരിച്ചു പോകലും, സ്കൂളിന്റെ മാനേജ്മെന്റ് പറയുന്ന റൂൾസും പാലിക്കലും. എന്തേ ഇവിടെ ഗോകുലം സ്കൂളിന്റെ റൂൾസ് പാലിക്കണ്ടേ? എന്താ യൂണിഫോം വേണ്ടേ? സ്കൂളിൽ പോകുന്ന പഠിക്കാനല്ലേ, വിശ്വാസം ആചരിക്കാൻ വേണ്ടിയല്ലല്ലോ. അന്ന് നിങ്ങൾ സെൻറ് റീത്താസിലെ ആ ചെറിയ 9ാം ക്ലാസ്സുകാരിയുടെ ആ പാവപ്പെട്ട കുട്ടിക്ക് മേൽ ഇത്തരം ആക്ഷേപങ്ങൾ പറഞ്ഞാലേ നിങ്ങൾ ഉറഞ്ഞു തുള്ളിയത്. അന്ന് ആ കന്യാസ്ത്രീയുടെ ചിരി എന്തായിരുന്നു? അവരുടെ ആ ചിരിച്ചു മറിയലെന്തായിരുന്നു? അവരെന്തെല്ലാം പറഞ്ഞു, അവരുടെ ഡയലോഗും അവരുടെ ആ 9ാം ക്ലാസ് വരെ തോപ്പിച്ചിട്ടുള്ള ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ എന്തായിരുന്നു? ഇപ്പം എന്താ ആർക്കും ഒന്നും കുരുങ്ങുന്നില്ലേ? ഇനി ഒരു കാര്യം ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ബ്രഹ്മകുളം സ്കൂളിൽ ആ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട കറുപ്പ് വസ്ത്രം ധരിച്ച ആ കുട്ടി, അസാധുവായ കുട്ടി, ആ കുട്ടിയെ 10 ദിവസമായിട്ട് സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ല. അതിൻ്റെ പേരിൽ എന്താണ് ചെയ്തത്? സംഘപരിവാർ അതിൻ്റെ സ്കൂളിൻ്റെ മുമ്പിൽ പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചു അല്ലേ. എന്നാൽ ഈ 1/2 മീറ്റർ തട്ടം ഇട്ടതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ആ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിക്ക് വേണ്ടി ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ പ്രതിഷേധ റാലി നടത്തിയിരുന്നു? ചോദിക്കുകയാണ്. റാലി നടത്തിയിരുന്നു, സ്കൂൾ ബഹിഷ്കരിച്ചിരുന്നു. നിയമപരമായ സകല സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി കോടതിയിലാണ് പോയത് അല്ലേ.
അവിടെ പോയി ഞങ്ങൾ അള്ളാഹു അക്ബറും കൂലി തക്ബീറും ഒന്നും വിളിച്ചില്ല, നിയമപരമായിട്ടാണ് നേരിട്ടത്. ഇപ്പോഴോ സ്കൂളിന് മുമ്പിൽ മുദ്രാവാക്യം വിളിക്കുകയാണ് അല്ലേ? അപ്പം ഈ ഭരണഘടനയൊക്കെ ഇപ്പം പൊന്തി ബാനറിലൊക്കെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയെടുക്കുന്ന ആളുകളെ, ഇത് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ പൗരന്മാർക്കും ഈ ഭരണഘടന അതിൻ്റെ തത്വങ്ങൾ അവകാശപ്പെട്ടതാണ് എന്ന് ചിന്തയും ബോധവും അല്പമെങ്കിലും ശ്രീത്ത് പണിക്കാരടക്കമുള്ള ആളുകൾക്ക് ഉണ്ടാവലും നല്ലതാണ്.